നമസ്കാരം. നമ്മൾ ഈ വലിയ കല്യാണങ്ങളൊക്കെ സദ്യ പാചകം ചെയ്യുന്ന സമയത്ത് തലേദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മൾ ജോലികളെല്ലാം ആരംഭിക്കാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന ജോലികൾ എന്ന് പറയുന്നത്. പച്ചക്കറിയെല്ലാം കട്ട് ചെയ്ത് തീരുമ്പോൾ ഏകദേശം വൈകുന്നേരം ഒരു 7 മണി 6 മണിയൊക്കെ ആകും. നമ്മൾ ഈ പച്ചക്കറികളെല്ലാം ഇത്രയും ഒരുപാട് പച്ചക്കറികൾ കാണും. വലിയ കല്യാണമൊക്കെ ആണെങ്കിൽ ഒരുപാട് പച്ചക്കറികളുണ്ടാവും. അതെല്ലാം കട്ട് ചെയ്ത് തീരുമ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ എത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഓഡിറ്റോറിയങ്ങളൊക്കെ ചെല്ലുമ്പം പാത്രങ്ങളൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മാത്രമേ അത് സദ്യയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കിംഗ് ആരംഭിക്കുന്നത്. കുക്കിംഗ് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സാമ്പാറിനുള്ള പരിപ്പൊക്കെ നമ്മൾ വേവിച്ചെടുക്കാറുണ്ട്. അതിനുശേഷം സാമ്പാറിനുള്ള പരിപാടികളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ കിച്ചടി, അതുപോലെ അച്ചാറുകൾ ഇതൊക്കെ നമ്മൾ ആദ്യമേ തയ്യാറാക്കാൻ ശ്രമിക്കും. ഇതാണ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചാൽ അതാണ്. പിന്നെ അതുപോലെ നമ്മൾ കടല പായസമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള കടലയൊക്കെ നമ്മൾ വേവിച്ചെടുക്കാറുണ്ട്. ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ സാമ്പാർ, അവിയൽ, അതുപോലെ കിച്ചടികൾ, അച്ചാറുകൾ ഇതെല്ലാം നമ്മൾ തയ്യാറായി കഴിയും. അതിനുശേഷമാണ് നമ്മൾ ചോറിന് വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ഒരു 2, 3 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ജോലികൾ ആരംഭിക്കാറുണ്ട്. പായസങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം രാവിലെ ആകുമ്പോഴാണ് പായസങ്ങളൊക്കെ തയ്യാറായി കഴിയുന്നത്. അതിനുശേഷം പരിപ്പ്, അതുപോലെ കൂട്ടുകറി, ഓലൻ ഇതെല്ലാം തയ്യാറാക്കും. ഏകദേശം ഒരു 8, 9 മണിയാകുമ്പോൾ നമ്മൾ വിളമ്പാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. തലേദിവസം രാത്രി ഫുള്ള് ഉറക്കമൊഴിഞ്ഞ് നിന്നാൽ മാത്രമേ ഇതെല്ലാം കറക്റ്റ് സമയത്ത് തയ്യാറാക്കി വിളമ്പാൻ കൊടുക്കാൻ കഴിയുള്ളൂ.